Hello, good morning. Welcome to Learn Now. Okay, അപ്പോൾ 24th-ന് അല്ലേ, അതായത് ഇന്നലെ ജാനുവരി 24th-ന് നമ്മുടെ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസിന്റെ എക്സാം നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളത് രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ നമുക്ക് അങ്ങനെ ഒരു വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ഈസി ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു അല്ലെ ഒരു അബവ് മോഡറേറ്റ് ആ ഒരു രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തിരുന്ന സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ MCQ, ക്വിസ്, ടെസ്റ്റ് ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു ഇന്നലെ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്കതൊരു രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ ആ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Okay, അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. What is the third step of the sequence order of PASS in fire extinguisher? അല്ലേ, PASS അതിൽ തേർഡ് എസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തേർഡ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ സ്ക്വീസ് ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഈസ് ഫിൽഡ് ഇൻ ഹാലോൺ ഫയർ എക്സ്റ്റിംഗ്വിഷർ? ഹാലോൺ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഏതാണ് ഫിൽ ചെയ്തിരിക്കുന്നത്? ഹിയർ ഓപ്ഷൻ ഡി, അതായത് ബ്രോമോ, ക്ലോറോഡി, ഫ്ലൂറോ, മെഥൈൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് നോക്കൂ. How much current is limited to in a neon tester? ഒരു നിയോൺ ടെസ്റ്ററിൽ എത്രത്തോളം കറന്റ് ആണ് അല്ലെങ്കിൽ എന്താണ് കറന്റ് ലിമിറ്റഡ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 300 മൈക്രോ ആംപിയർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 300 മൈക്രോ ആംപിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പ്രൊഡ്യൂസിംഗ് ടോർക്ക് ഇൻ എ കോയിൽ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ്? നമുക്കത് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി, T is equal to BLI NR ന്യൂട്ടൺസ് മീറ്റർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്, PMMC അല്ലെ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഇലക്ട്രോൺസ് ഫ്ലോ ഇൻ 1 സെക്കൻഡ് ഇൻ ആൻ ആംപിയർ? അല്ലെ, ഒരു ആംപിയറിൽ ഒരു സെക്കൻഡിൽ, അതായത് ഒരു ആംപിയറിൽ വരുന്ന ഒരു സെക്കൻഡിൽ എത്രത്തോളം കറന്റ് ഇലക്ട്രോൺസുകളാണ് ഫ്ലോ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് 6.24 into 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഏകദേശം 6.24 into 10⁻18 ഇലക്ട്രോൺസുകളാണ് ട്രാൻസ്ഫർ ആകുന്നത് അല്ലെങ്കിൽ ഫ്ലോ ആവുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. What is the EMF of fully charged nickel iron cell? ഓക്കെ, ഒരു ഫുള്ളി ചാർജ്ഡ് നിക്കൽ അയൺ സെല്ലിന്റെ EMF എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് എ ആണ്, 1.4 ആണ്. പക്ഷെ ഒരു 1.1 എന്നുള്ളൊരു കൺഫ്യൂഷനും വന്നിട്ടുണ്ട്. സോ എന്തായാലും പ്രൊവിഷനിൽ തന്നിരിക്കുന്ന ആൻസർ എത്രയാണ്? 1.4 വോൾട്ടേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ കീ വരുമ്പോഴായിരിക്കും നമുക്കത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ഇലക്ട്രോകെമിക്കൽ ഈക്വലന്റ് ഓഫ് നിക്കൽ? ഒരു നിക്കലിന്റെ ഇലക്ട്രോകെമിക്കൽ ഈക്വലന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ ഓൾസോ 0.304 mg/c ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു നിക്കലിന്റെ ഇലക്ട്രോകെമിക്കൽ ഈക്വലന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. Which is the name called for the ratio of the effective value to average value of half cycle? അല്ലേ, ഒരു ഹാഫ് സൈക്കിളിന്റെ എഫക്റ്റീവ് വാല്യൂ ആവറേജ് വാല്യൂ തമ്മിൽ ഉണ്ടാവുന്ന ഒരു റേഷ്യോനെ പറയുന്ന പേരെന്താണ്? നമുക്കറിയാം. ഓപ്ഷൻ ബി, ഫോം ഫാക്ടർ. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോം ഫാക്ടർ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ സ്പ്രിംഗ് ഇൻ എ സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഒരു സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റില് സ്പ്രിംഗ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ബെറീലിയം കോപ്പർ സ്പൈറൽ ഹെയർ സ്പ്രിംഗ് ആണ് നമുക്ക് ആ ഒരു സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ സ്പ്രിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ആണ്. ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ 125 ഹെർട്സ് AC സപ്ലൈ ടു കംപ്ലീറ്റ് 1 സൈക്കിൾ? അല്ലെ, നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? F is equal to 1/T, അതല്ലെങ്കിൽ T is equal to 1/F ആണ് അല്ലെ. അപ്പൊ 1/F എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/125 ആണ്. സോ 0.008 ആണ് നമുക്ക് വരുന്ന ടൈം. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. At what temperature does 60:40
40 solder start to melt. അല്ലേ? ഈ ഒരു 60 to 40 solder melt ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? ഓപ്ഷൻ ബി 183 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സോൾഡർ മെൽറ്റ് ആകുന്നതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്, 183 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ റെസിസ്റ്റർ വിത്ത് ദ കളർ ബാൻഡ് സീക്വൻസ് ഓഫ് യെല്ലോ, വയലറ്റ്, ഗ്രീൻ ആൻഡ് ഗോൾഡ് ആണ്. നമുക്കൊരു കളർ കോഡിംഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യെല്ലോയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. നമുക്ക് 7, വയലറ്റ് എന്ന് പറയുന്നത് 7 ആണ്, ഗ്രീൻ എന്ന് പറയുന്നത് ഇൻറ്റു 10 to the power 5 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4.7 മെഗാ ഓം എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 7 ഇത് 2 0 കൂടി ഇവിടെ നമുക്ക് കൊടുക്കാം, then into അല്ലെങ്കിൽ കിലോ ഓം എന്നുള്ള രീതിയിൽ കൊടുക്കാം അല്ലെ. അപ്പൊ 4700 കിലോ ഓം അതല്ലെങ്കിൽ 4.7 മെഗാ ഓം ആണ് വരുന്നത്. സോ ഇവിടെ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഗോൾഡ് ആയതുകൊണ്ട് ടോളറൻസ് 5% ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, 4700 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 5% ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ 12 volt battery of negligible internal resistance is connected across a parallel combination of 4 kilo ohm, 6 kilo ohm, 12 kilo ohm resistors. What is the power developed by the 4 kilo ohm resistor? Okay, അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ആണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പോൾ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് പാരലൽ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ കോമ്പിനേഷനിൽ വരുന്ന റെസിസ്റ്റൻസ് ഈക്വലൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് എത്രത്തോളം കറന്റ് ആണ് ഈ ഒരു 12 വോൾട്ടേജ് ബാറ്ററി നമുക്ക് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഓരോ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് നമുക്ക് വേണ്ടത് 4 കിലോ ആണ്. സോ 4 കിലോ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് വരുന്ന കറന്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് കറന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ കിട്ടും, I square R ആണ് അല്ലെ. സോ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 36 മില്ലി വാട്ട് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M of the coil is 3H. The self inductance of the coil is 4H plus and 9 ആണ് വരുന്നത്. 4H and 9 ആണ് റെസ്പെക്റ്റീവ്ലി വരുന്നത്. What is the coefficient of coupling between the coils? Okay, കോയിലുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന കപ്ലിംഗ് എത്രത്തോളമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ നമുക്കറിയാം. K is equal to എന്താണ്? K which is equal to M divided by square root of L1 L2 ആണ് വരുന്നത് അല്ലെ. നമുക്കത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. M ആണ് നമുക്ക് തന്നിരിക്കുന്ന 3 എന്ന് പറയുന്നത്. സോ 3 divided by square root of 9 into 4 വരും അല്ലെ. 9 into 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 3/6 വരും അല്ലെ. 3/6 which is equal to 0.5. 3/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. ദാറ്റ് ഈസ് 0.5 ആണ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് എ വോൾട്ടേജ് 3V ആൻഡ് ചാർജ് ഈസ് 15C അല്ലെ. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് ചാർജ് ദാറ്റ് ഈസ് C is equal to എന്താണ്? Q/V അല്ലെ. Q/V ആണ്. Q നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 15 ആണ് തന്നിരിക്കുന്നത്. ചാർജ് വോൾട്ടേജ് നമുക്ക് 3 തന്നിട്ടുണ്ട്. അപ്പൊ 15/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വോൾട്ട് ആണ്. ഓക്കെ, നമുക്ക് ടൈമേ വേണ്ട. ഇതൊക്കെ നമുക്ക് ഇതേപോലെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ? സിലിക്കന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എത്രയാണ്? നമുക്കറിയാം 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഡിപ്ലീഷൻ ലെയർ ഇൻ എ സെമികണ്ടക്ടർ കൺസിസ്റ്റ് ഓഫ് ഇമ്മൊബൈൽ അയോൺസ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഡിപ്ലീഷൻ ലെയറിൽ നമുക്ക് എന്താണ്? ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസുകളാണ് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. In a center tapped full wave rectifier, if Vm is the peak voltage between the center tap and one end of the secondary, what is the maximum reverse voltage across the reverse biased diode? അപ്പോൾ Vm ആണ് പീക്ക് വോൾട്ടേജ് എങ്കിൽ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2Vm ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡബിൾ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2Vm is the answer. What is the voltage regulation of an ideal voltage regulator? നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ വോൾട്ടേജ് റെഗുലേഷൻ എത്രയായിരിക്കും? 0 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് which one of the following is an example of a negative adjustable voltage regulator ആണ് അല്ലെ. അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. 7-8 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അല്ലെ. 7-8 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണ്. 7706 എന്ന് പറയുന്നത് നമുക്കൊരു IC-യുടെ ഒരു ഫോർമാറ്റ് അല്ല, അതായത് IC അല്ല നമുക്ക്. പിന്നെ 79 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 79 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണ്.
പക്ഷേ ഇവിടെ IC7906 എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. നെഗറ്റീവ് ഫിക്സ്ഡ് വോൾട്ടേജ്, അതായത് ഒരു ഫിക്സ്ഡ് വോൾട്ടേജിന് വേണ്ടിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫിക്സ്ഡ് വോൾട്ടേജ് ആണ് നമുക്ക് ഈ സി എന്ന് പറയുന്നത്. അടുത്തത് LM ആണ്. അപ്പൊ നമുക്കറിയാം അഡ്ജസ്റ്റബിൾ, LM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ LM337 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ 7906 എന്ന് പറയുന്നത് 79 എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഫാമിലിയിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു അഡ്ജസ്റ്റബിൾ അല്ല. ഓക്കെ, ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ഈ പറയുന്ന 7906 എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ആൻസർ ഏതാണ്, ഡി ആണ്, LM337 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ബേസ് കോമൺ ബേസ് കോൺഫിഗറേഷനിൽ വരുന്ന ഒരു കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണ്, the ratio of the IC current to the IE current അല്ലെ, കളക്ടർ കറന്റിനും എമിറ്റർ കറന്റിനും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് the maximum peak to peak output voltage swing is achieved when the Q point of the transistor amplifier is located at the center of the load line. ഒരു ലോഡ് ലൈനിന്റെ സെന്ററിൽ ആ ക്യൂ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം പീക്ക് ടു പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Crossover distortion typically occurs in which of the following amplifier? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിലാണ് ഈ ഒരു ക്രോസ് ഡിസ്റ്റോർഷൻ ഒക്യൂർ ആകുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ, ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആർ ഔട്ട് ഓഫ് ഫേസ് ആണ് അല്ലെ. കോമൺ എമിറ്ററിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് നമുക്ക് അത് രണ്ടും കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Why is an emitter follower circuit widely used in electronic instruments? എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിൽ കോമൺ എമിറ്റർ ഫോളോ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? അതിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോ ആണ്, ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ് അല്ലെ. ഈ ഒരു റീസൺ കാരണമാണ് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ഈ പറയുന്ന എമിറ്റർ ഫോളോവർ സർക്യൂട്ട് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. If two stages of cascaded amplifier have decibel gains in 30 and 60, overall gain. അപ്പൊ നമുക്ക് ഡെസിബൽ ഗെയിൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓവറോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലെ. ഓപ്ഷൻ ബി 90 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, in a JFET the drain current is maximum when VGS gate to source voltage 0 ആകുമ്പോഴാണ് നമുക്ക് JFET ഡ്രെയിൻ കറന്റ് മാക്സിമം കിട്ടുന്നത്. ഇത് നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. AUGT ഹാസ് RBB തന്നിട്ടുണ്ട്, RB2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇൻട്രിൻസിക് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്, നമുക്ക് ഈ ഒരു ടേംസിൽ അല്ലെ, നമുക്ക് ആ ഒരു ടേംസുകൾ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. ഈറ്റ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്, RB, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടേംസ് തന്നെ യൂസ് ചെയ്യാം. RB2 ഡിവൈഡഡ് ബൈ RBB പ്ലസ് RB2 അല്ലെ. ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പ്രോബ്ലംസ് ഒക്കെ എന്താണ്, നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒന്നുമല്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക്സ് ഇക്വേഷൻ മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ RB2 എന്ന് പറയുന്നത് 4 ആണ്. 4/10 + 4 എന്ന് പറയുമ്പോൾ 14 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.6 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. How many alternating layers are present in IGBT? ഒരു IGBT ൽ എത്ര alternating layers വരുന്നുണ്ട്? നമുക്കറിയാം 4 layers ആണ് അല്ലേ. നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. What is type of transistor is BPX81? BPX81 എന്ന് പറയുന്നത് ഒരു NPN ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി NPN ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണ് ഈ പറയുന്ന BPX81 എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ഫോം ഓഫ് SCSI ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SCSI എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ് അല്ലെ. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് ആണ് SCSI എന്ന് പറയുന്നതിന്റെ അബ്രിവിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു യു ഒപ്റ്റിമൈസ് ദി ഹാർഡ് ഡിസ്ക്? ഒരു ഹാർഡ് ഡിസ്കിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് സ്കാൻ ചെയ്യാം. ഡിസ്കിനെ സ്കാൻ ചെയ്യുക ആൻഡ് ഡീഫ്രാഗ്മെന്റർ യൂട്ടിലിറ്റീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, which of the following is a commonly used electronic simulation software? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്, TINA TI. ഓപ്ഷൻ ഡി TINA TI ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. what is the email option to send a copy of email being sent without others knowing? ഓക്കെ, എന്താണ് വേറെ ആൾക്കാർ അറിയാതെ തന്നെ നമുക്ക്
വയ്ക്കുന്നതിന് പറയുന്നത് നമുക്കറിയാം ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇമെയിലിൽ നമ്മൾ ആ ഒരു ഡിസ്കഷൻ ചെയ്തതിലുണ്ട്. ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് നമുക്കത് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് പ്രോപ്പർട്ടി അലോസ് മൾട്ടിപ്പിൾ ലൈൻ ഇൻ വൺ സെൽ ഇൻ എക്സൽ. അതിന്റെ എന്താ നമ്മൾ പറയുന്നത് റാപ്പ് ടെക്സ്റ്റ് അല്ലെ. എക്സലിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാപ്പ് ടെക്സ്റ്റ് ആണ് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ ഇൻ വൺ സെൽ. ആ ഒരു പ്രോപ്പർട്ടിയാണ് എക്സലിൽ ഉള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ISP എന്താണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ISP എന്ന് പറയുന്നത്. അടുത്തത് ഇൻ വിച്ച് കാറ്റഗറി ഡസ് എ ലേസർ പ്രിന്റർ ബിലോങ്. ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നോൺ ഇംപാക്ട് പ്രിന്റർ ആണ് അല്ലെ. നോൺ ഇംപാക്ട് പ്രിന്റർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നോൺ ഇംപാക്ട് പ്രിന്റർ ആണ് നമുക്ക് ലേസർ പ്രിന്റർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് Ctrl+J. Ctrl+J എന്താണ്? ടെക്സ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ടു ജസ്റ്റിഫൈസ് ദി ടെക്സ്റ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Ctrl+J എന്ന് പറയുന്നത്. Which key is used with the line tool to draw a straight line in MS Paint? MS Paint ലെ ലൈൻ ടൂളിനോട് കൂടി ഏത് കീ ആണ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഷിഫ്റ്റ് കീ ആണ് അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. From which location is the first instruction available on boot up? Boot up ന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് ലൊക്കേഷനിൽ നിന്നാണ് കിട്ടുന്നത്? It is from ROM BIOS. Option A ആണ് right answer. Random read only memory BIOS, basic input output system അല്ലേ. Option A ആണ് right answer വരുന്നത്. How many 2 input OR gates are required to implement 4-bit greater than comparator circuit അല്ലേ. ഡിജിറ്റലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4-bit greater than comparator circuit ന് വേണ്ടിയിട്ട് എത്ര 2 input OR gates ആണ് നമുക്ക് ആവശ്യം വരുന്നത്? 3 ആണ് ആൻസർ. ഓക്കേ, 2 input OR gates ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഡെസിമൽ ഈക്വലന്റ് ഓഫ് ഒക്ടൽ 115. ഒക്ടൽ 115 ന്റെ ഡെസിമൽ ഈക്വലന്റ് എന്ന് പറയുന്നത് 77 ആണ്. നമ്മൾ ഈ ഒരു കൺവേർഷൻസ് ഒക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഒക്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് 1 2 3 3 ഡിജിറ്റുകളാണ് വരുന്നത്. സോ അതിനനുസരിച്ച് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which of the following statements are correct? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. CMOS logic gates have high fan out so it drives large number of gates. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മൾ ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിലായിട്ട്. CMOS logic gates നമുക്ക് ഹൈ ഫാൻ ഔട്ട് ഉള്ളതുകൊണ്ട് എന്താണ് ലാർജ് നമ്പർ ഓഫ് ഗേറ്റ്സിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ CMOS logic circuits have high fan in. ഫാൻ ഇന്നും ഫാൻ ഔട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരുപാട് ഇൻപുട്ട് ഗേറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റഡ് ജംഗ്ഷൻ ലോജിക് IIL ഹാസ് ലീസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ. അതൊരു റോങ് ഓപ്ഷൻ ആണ് അല്ലെ. ഇറ്റ് ഹാസ് നോട്ട് ലീസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ. പിന്നെ ECL എങ്ങനെയാണ്? വളരെ ലോ നോയ്സ് മാർജിൻ. ദാറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 2 and 4 are the right statements. Option D ആണ് വരുന്നത്. 1 2 and 4 are the right statements. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട് ഫോർ സിംപ്ലിഫൈയിങ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, എൻഹാൻസിംഗ് എറർ ഡിറ്റക്ഷൻ ആൻഡ് റെഡ്യൂസിംഗ് കോംപ്ലക്സിറ്റി അല്ലെ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നതിനും എറർ ഡിറ്റക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിനും കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? XS3 കോഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. XS3 കോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ബിറ്റ്സ് ആർ നീഡഡ് ടു സ്റ്റോർ 1 XS3 കോഡ്? ഓക്കെ, ഒരു XS3 കോഡ് സ്റ്റോർ ചെയ്യുന്നതിന് എത്ര ബിറ്റുകളാണ് നമുക്ക് ആവശ്യം വരുന്നത്? ഓപ്ഷൻ ബി 4 ബിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സ്റ്റോർ 1 XS3 കോഡിന് വേണ്ടിയിട്ട് നമുക്ക് 4 ബിറ്റ്സ് ആർ റിക്വയർഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. How many NAND gates are required to construct 4:1 mux by using 4 input NAND gate? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 7 NAND gates are required. എത്രയാണ്? 7 NAND gates are required. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following statements is correct about the decoder IC 7447? എന്തൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? When the RBI pin is low and the BCD input is 0000, the display remains unlit. Okay, so അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 1 കറക്റ്റ് ആണ് വരുന്നത്. അതേപോലെ സെക്കൻഡ് ആണ് when cascading decoders is multi digit display, RBI എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം അല്ല അല്ലേ. സോ ദാറ്റ്സ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്.
RBO of one decoder is often connected to RBI of the next decoder in the chain. That's the right statement. So here option D, 1 and 3 are the right statements. Okay. Which of the following statements are correct about an ideal op-amp? An ideal op-ampനെ base ചെയ്തിട്ടുള്ള correct statement എന്താണ്? Zero input impedance and infinite bandwidth അല്ല. Infinite input impedance and finite bandwidth. Infinite bandwidth. That's the right statement. അല്ലെ? Infinite input impedance ഉണ്ട്, infinite bandwidth ആണ്. അടുത്തത് നോക്കൂ, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ആൻഡ് ഇൻഫൈനൈറ്റ് സ്ലീവ് റേറ്റ്. സ്ലീവ് റേറ്റ് ഇൻഫൈനൈറ്റ് ആണോ? അല്ല. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസ് അത് കറക്റ്റ് ആണ് അല്ലെ? സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസും ആണ്, കോമൺ മോഡ് ആണ്, സീറോ കോമൺ മോഡ് ഗെയിനും ആണ് നമുക്ക് വരുന്നത്. സോ ഓപ്ഷൻ 2 ഉം 4 ഉം ആണ് നമുക്ക് കറക്റ്റ് വന്നിരിക്കുന്നത്. സോ ഹിയർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2 4 4 ആണ് നമുക്ക് റൈറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഒപാംസ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് ആൻ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിലേക്ക് നമുക്ക് എത്ര ഒപാമുകൾ വേണം? ഇറ്റ്സ് 3 ആണ് അല്ലെ? നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ബൈസ്റ്റേബിൾ മോഡ് IC555 ആക്ട് ആസ്, IC555 ഒരു ബൈസ്റ്റേബിൾ മോഡിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് സെറ്റ് റീസെറ്റ് ലാച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെറ്റ് റീസെറ്റ് ലാച്ച്. ഓക്കേ, ഇറ്റ് ആക്ട്സ് ആസ് എ സെറ്റ് റീസെറ്റ് ലാച്ച്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കേ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിമൈനിങ് 50 ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കേ, താങ്ക് യു.